അർജുൻ ചെറുപ്പം മുതലേ വീട്ടിലെയും നാട്ടിലെയും ഹീറോയാണ്. എല്ലാവരും അവനെ എപ്പോഴും തലയിലെടുത്ത് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽ വീട്ടിലേക്ക് അനു എന്ന പെൺകുട്ടി വരുന്നത്. അതോടെ അർജുന്റെ സ്റ്റാർ വാല്യൂ നേരെ ഡൗൺ ആയി. കാരണം അനു പഠനത്തിൽ ടോപ്പറും സ്വഭാവത്തിൽ പാവമായിരുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അവളൊരു ഫേവറേറ്റ് ഗേളായി മാറി. ഇതുകൊണ്ട് അർജുന് ശരിക്കും അസൂയ കയറി തുടങ്ങി. അസൂയ പിന്നീട് ഫുൾ വെറുപ്പായി മാറി. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്നോ, അർജുൻ അവളെ വെറുത്തപ്പോൾ അനു അവനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒടുവിൽ അർജുൻ വിചാരിക്കുന്നു, ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദുബായിലേക്ക് വിടാം. അങ്ങനെ MBA പഠിക്കാനെന്ന് പറഞ്ഞ് പ്ലാൻ ഇടുന്നു. പക്ഷേ വിധി വേറെ ലെവലായിരുന്നു. താൻ പോകുന്ന അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അനുവിനും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നറിഞ്ഞതോടെ അർജുൻ ഒരു സൂപ്പർ പണി ഒപ്പിക്കുന്നു. അനുവിന്റെ വിദേശ പഠന കാര്യം അവളുടെ അമ്മയുടെ ചെവിയിലെത്തിക്കുന്നു. ഇത് കേട്ട അനുവിന്റെ അമ്മ അനുവിനോട് പറഞ്ഞു, മതി പഠിച്ചത്, ഇനി കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് നീ വേണേ വിദേശത്തേക്ക് പോയിക്കോ എന്ന്. പക്ഷെ അനു ഒരുപാട് എതിർത്തു. എന്നിട്ടും കാര്യമുണ്ടായില്ല. അങ്ങനെ അവസാനം അവൾ കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണ ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ നേരെ അർജുനെ കിസ് ചെയ്യുന്നു. പിന്നെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഇനി നിങ്ങളെ തന്നെ കല്യാണം കഴിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മറ്റൊരാളുടെ കല്യാണത്തിന് വന്ന അർജുൻ സ്വന്തം കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ യഥാർത്ഥ കളി ആദ്യരാത്രിയിലാണ്. അർജുന്റെ എല്ലാ ചതികളും തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും അതിന് പകരം വീട്ടാനാണ് താൻ ഈ കല്യാണം പ്ലാൻ ചെയ്തതെന്നും അനു പറയുന്നു. ഇനി അവളെ ദുബായിലേക്ക് കൊണ്ടുപോകേണ്ടത് അർജുന്റെ വലിയ തലവേദന തന്നെയായി മാറിക്കൊണ്ടിരുന്നു. ദുബായിലെത്തിയിട്ടും ഇവരുടെ വഴക്ക് കുറയുന്നില്ല. ടോം ആൻഡ് ജെറിയെ പോലും തോൽപ്പിക്കുന്ന അടിപിടിയായിരുന്നു. പക്ഷെ ആ വഴക്കിനിടയിൽ ഇരുവരും പ്രണയത്തിലേക്ക് അടുക്കുകയും അധികം വൈകാതെ അനു ഗർഭിണിയാവുകയും ചെയ്യുന്നു. അനു ഗർഭിണിയാണെന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഈ വാർത്ത കേട്ട് അർജുൻ സന്തോഷിക്കുമെന്ന് അവൾ കരുതി. പക്ഷേ സംഭവിച്ചതിന്റെ നേരെ വിപരീതമാണ്. ഇപ്പോൾ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തനിക്ക് പറ്റില്ലെന്നും അബോർഷൻ ചെയ്യണമെന്നുമാണ് അർജുൻ പറയുന്നത്. ഇത് കേട്ട് അനുവിന് വലിയ ഷോക്കായി. അതുമാത്രമല്ല, മനഃപൂർവ്വം തന്നെ വിവാഹത്തിൽ കുടുക്കിയെന്നും ഇനി കുഞ്ഞിനെ ഉപയോഗിച്ചും തന്റെ ജീവിതം മാറ്റിമറിക്കാനാണ് അനുവിന്റെ പ്ലാനെന്നും അർജുൻ പറയുന്നത് കേട്ട് അവൾ കൂടുതൽ വേദനയിലായി. ഒടുവിൽ പഠനം കഴിഞ്ഞാൽ ഡിവോഴ്സ് വാങ്ങി ബന്ധം അവസാനിപ്പിക്കാമെന്ന് അനു തീരുമാനിക്കുന്നു. ഇതിനിടെയാണ് ഇരുവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പാരന്റ്സ് ദുബായിലേക്ക് എത്തുന്നത്. അവർക്ക് വിഷമമാകേണ്ടെന്ന് കരുതി അർജുനും അനുവും എല്ലാം നോർമലാണെന്ന് അഭിനയിക്കാൻ തുടങ്ങി. ആ ദിവസങ്ങളിലാണ് അർജുൻ ആദ്യമായി അനുവിനെ അടുത്തറിഞ്ഞത്. ഗർഭകാലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒറ്റയ്ക്ക് സഹിക്കുന്നതും ഒന്നിനും പരാതിപ്പെടാതെ മുന്നോട്ട് പോകുന്നതും കണ്ടപ്പോൾ അവന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനിടയിൽ ഒരു ദിവസം ഗർഭത്തിലുള്ള കുഞ്ഞ് ആദ്യമായി ചവിട്ടുന്നത് അർജുൻ അനുഭവിക്കുന്നു. ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അവന്റെ ചിന്തകൾ മുഴുവൻ മാറിമറിഞ്ഞു. ഇത്രയും കാലം അനു തന്നോട് കാണിച്ച സ്നേഹവും അവൾ ചെയ്ത ത്യാഗങ്ങളും അപ്പോഴാണ് അവൻ ശരിക്കും മനസ്സിലാക്കിയത്. ഉടൻ തന്നെ അനുവിനോട് തന്റെ തെറ്റുകൾ സമ്മതിച്ച് മാപ്പ് പറയാൻ അർജുൻ പോകുന്നു. പക്ഷേ അപ്പോഴേക്കും അനു വിവാഹമോചന പേപ്പറിൽ ഒപ്പിട്ട് അർജുന്റെ ഒപ്പിനായി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അർജുൻ ആകെ തകർന്നുപോയി. അവൻ അവളോട് ശരിക്കും മാപ്പ് ചോദിക്കുകയും ഇനി ഡിവോഴ്സ് ഒന്നും വേണ്ടെന്നും ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ ജീവിക്കണമെന്നും എല്ലാം പറഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു സങ്കടമെല്ലാം തോന്നി. അങ്ങനെ അവന് വീണ്ടും ഒരു അവസരം കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. പിന്നീട് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.